ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ടോ ഹാൻഡർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു മോൺസ്റ്റർ ട്രക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തത്. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന പോലെ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഏകദേശം അതേപോലെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തു. ബാക്കിലൊരു ഗണ്ണൊക്കെ വരുന്ന രീതിയിൽ ഒന്ന് അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്തെടുക്കാനാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് മൊത്തമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജസ്റ്റ് മോഡിഫിക്കേഷൻ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അടുത്തൊരു പാർട്ടും കൂടി ഇതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഈ 4x ഷീറ്റിൽ നമ്മളിത് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്തെടുത്തിട്ട് അതൊക്കെ ഒന്ന് വെട്ടി ഒട്ടിക്കാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബയോ. അപ്പോൾ നമ്മുടെ മോൺസ്റ്റർ ട്രക്കിൻ്റെ അതിൻ്റെ ഒരു സൈഡ് ഭാഗം നമ്മൾ ജസ്റ്റ് ഒരു പേപ്പറിൽ വരച്ചൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ അതിൻ്റെ ആ ബോണറ്റ് വരുന്ന ഭാഗവും പിന്നെ അതിൻ്റെ റൂഫൊക്കെ ജസ്റ്റ് നമ്മൾ പേപ്പറിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് 4x ഷീറ്റിൽ ഒട്ടിച്ചിട്ട് അതൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ 4x ഷീറ്റ്. അതിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ 4xൽ നമ്മൾ പേപ്പർ ഒട്ടിക്കണം. നമ്മൾ ഇങ്ങനത്തെ പശയാണ് എടുക്കുന്നത്. മറ്റേ ഫ്ലൂയിഡ് ടൈപ്പ് പശകളാച്ചാൽ നമുക്ക് ഒട്ടിക്കുമ്പോൾ ഒരു എയർ ബബിൾസ് ഒക്കെ ആയിട്ട് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആവും അത് വെട്ടുമ്പോൾ അതൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ പശ എടുക്കണം. പിന്നെ കൂടാതെ ശ്രദ്ധിക്കേണ്ടത് പറയുന്നത് ഒട്ടിക്കുമ്പോൾ 4x ഷീറ്റ് ഫ്ലെക്സിബിൾ ആവണതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം നമ്മളത് ഒട്ടിക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ സൈഡും ഇതൊക്കെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് ഇതിൻ്റെ പേപ്പർ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ കെർവൊക്കെ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റിയിട്ടോ. കൂടാതെ അതിൻ്റെ ഈ പേപ്പർ ഒട്ടിച്ചാൽ ജസ്റ്റ് ഒന്ന് ഉരച്ചാൽ പോവും. ഇന്നത്തെ പശ ഒട്ടിക്കാൻ പറയാൻ കാരണം അതാണ്. നമ്മൾ എടുക്കാനും ഭയങ്കര സിമ്പിളായിരിക്കും കേട്ടോ. ഇപ്പോൾ അതിൻ്റെ റൂഫ് ഭാഗവും ഇതൊക്കെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ജസ്റ്റ് ഒന്ന് ഇതിൽ ഒട്ടിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ബെഞ്ചിൽ ഈ പശ ഒട്ടിക്കുമ്പോൾ തൊട്ടായിരിക്കാൻ നമ്മളൊരു പേപ്പറിൽ വെച്ചിട്ടാണ് എടുക്കണം. പേപ്പറിൽ ഒട്ടിയതും ഇഷ്ടം ചീന്തി കളഞ്ഞാൽ അത് പോയിക്കോളും. പിന്നെ പെയിൻ്റ് അടിക്കുമ്പോഴൊന്നും അത് പ്രത്യേകിച്ച് നമുക്കത് എടുത്ത് കാണില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പേപ്പറിൽ വെച്ചിട്ട് നമുക്കിത് ജസ്റ്റൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ വിൻഡ് വരുന്ന ഭാഗമൊക്കെ നമ്മൾ ബ്ലേഡ് ചൂടാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്തിട്ട്. നമുക്ക് ഇനിയും ഇതിൽ കുറേ മോഡിഫിക്കേഷനൊക്കെ വരാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് ഇതിൻ്റെ ഈ മോള് ഭാഗത്ത് നമ്മൾ ഒരു മുള്ളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യണ പോലെ അത്യാവശ്യം നന്നായിട്ട് മോഡിഫൈ ചെയ്തെടുക്കണം. അടുത്ത വീഡിയോയിൽ നമ്മളിത് കളർ അടിക്കുന്നതൊക്കെയും ചെയ്യാം കേട്ടോ. നമ്മുടെ വണ്ടിയിൽ ഇത് വെച്ച് നോക്കുമ്പോൾ തന്നെ അത് അത്യാവശ്യം നന്നായിട്ട് ഫിറ്റായിട്ട് തന്നെ ഇതിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇത് സപ്പോർട്ട് ചെയ്യുക വെച്ചാൽ നിങ്ങൾക്ക് ഇതേപോലെ എൻ്റെ കൂടെ തന്നെ ഒരു മോൺസ്റ്റർ ട്രക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.